64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന ചിത്ര ആശയങ്ങളെ തള്ളിക്കളയണമെന്നും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കലയെ ഉയർത്തിപ്പിടിക്കണമെന്നും കലോത്സവം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേദികൾ സജീവം. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും ഇടതിലുറച്ച് ജോസ് കെ മാണി മുന്നണി മാറ്റം തള്ളി. തന്നെ ഓർത്ത് കരയുണ്ടെന്നും LDF-നൊപ്പമെന്നും ആരാണ് ചർച്ച നടത്തിയതെന്നും മാധ്യമപ്രവർത്തകരോട് ജോസ് കെ മാണി. കേരള കോൺഗ്രസ് UDF-ലേക്ക് എത്തണം എന്ന ആദ്യ നിലപാടെടുത്തത് താനെന്നും തീരുമാനമെടുക്കേണ്ടത് UDF എന്നും കെ മുരളീധരൻ. അധ്യാപക യോഗ്യതാ പരീക്ഷയായ കേട്ടറ്റ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവിറക്കി. കേട്ടറ്റ് യോഗ്യതയില്ലെങ്കിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകില്ലെന്ന മുൻ ഉത്തരവിലെ വിവാദ പരാമർശം ഒഴിവാക്കി. ഭിന്നശേഷി വിഭാഗത്തിലെ അധ്യാപക നിയമനങ്ങൾക്ക് കേട്ടറ്റ് നിർബന്ധം. ശബരിമലയിലെ കൊടിമരം മാറ്റി സ്ഥാപിച്ചതും SIT അന്വേഷണ പരിധിയിൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം SITയും ദേവസ്വം വിജിലൻസും അന്വേഷണം ആരംഭിച്ചു. സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ശബരിമലയിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണം. സംക്രമ പൂജ വൈകിട്ട് 3-ന്. 6:40-ന് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനവും. സന്നിധാനത്തും പരിസരത്തും കനത്ത സുരക്ഷ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷദീപം. ഗരുഡ വാഹനങ്ങളിൽ മകരശീവേലി എഴുന്നള്ളിപ്പ് രാത്രി 8:30-ന്.